നമ്മൾ ഫോർമുല 1 റേസ് കാണുമ്പോൾ ഫോർമുല കാറിൻ്റെ താഴെ നിന്ന് സ്പാർക്കുകൾ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഫോർമുല 1ൻ്റെ തുടക്കകാലങ്ങളിലൊക്കെ എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ വെച്ച് മല്ലയുദ്ധം പോലത്തെ ഒരു പരിപാടിയായിരുന്നു റേസ്. കാലം മുന്നോട്ട് പോകും തോറും ഒരു ലേറ്റ് 60s ഒക്കെ ആയപ്പോൾ തന്നെ ടെക്നിക്കലായി അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഇനി മുതൽ അങ്ങോട്ട് കോമ്പറ്റീഷൻ ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ എല്ലാ ടീമുകൾക്കും വന്നിട്ടുണ്ടായിരുന്നു. മോർ ഡൗൺഫോൾസ് കിട്ടാൻ വേണ്ടിയിട്ടും റേസിൻ്റെ തുടക്കത്തിലൊക്കെ മാക്സിമം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും F1 കാർസൊക്കെ മാക്സിമം ബോട്ടം ഔട്ട് ആയിരിക്കും. അപ്പോൾ പല ടീമുകളും ഏറ്റവും ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡൗൺഫോൾസും റേസിങ് അഡ്വാൻറ്റേജും കിട്ടും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ബോട്ടം ഔട്ട് മാക്സിമം ബോട്ടം ഔട്ട് ചെയ്യാനുള്ള ഐഡിയകൾ ആലോചിച്ച് തുടങ്ങി. അപ്പോൾ അൺഈവൻ സർഫസുകളിലൊക്കെ വണ്ടിൻ്റെ ബോട്ടം ഔട്ട് തട്ടണോണ്ട് തന്നെ അവിടുന്ന് സ്പാർക്ക് വരും. അതുമാത്രമല്ല, ഇത് മുൻകൂട്ടി അറിയാവുന്ന ചില റൈഡേഴ്സ് എന്ത് ചെയ്യും? ബാക്കിൽ വരുന്ന റൈഡറിനെ പരമാവധി വിൻഷീൽഡിലേക്ക് സ്പാർക്ക് തെറിപ്പിച്ച് അതിൻ്റെ ആ സ്പാർക്കിൻ്റെ ബാക്കിയൊക്കെ ആ വിൻഷീൽഡിൽ കടന്നു കഴിഞ്ഞാൽ അത് ആ റൈഡറിൻ്റെ കാഴ്ച കുറച്ചുകൂടി മങ്ങിയതാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ജയിക്കാൻ നോക്കുമായിരുന്നു. അപ്പോഴാണ് FIA ഈ റൂൾ കൊണ്ടുവരുന്നത്. അറിയാലോ, FIA ആണ് ഫോർമുല 1 നടത്തുന്നത്. ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ബേസിലാണ് F1 ചാമ്പ്യൻഷിപ്പുകൾ എപ്പോഴും നടത്താറുള്ളത്. അവർ വെറുതെ ഇരിക്കുമോ? FIA പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു 10 mm വരുന്ന ഒരു വുഡൻ പ്ലാങ്ക് F1 കാറിൻ്റെ അടിയിൽ നിർബന്ധമായിട്ട് വേണം. അതിൽ നിന്ന് 1 മില്ലിമീറ്റർ പോലും തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ റേസ് ഡിസ്ക്വാളിഫൈ ചെയ്യും. എന്നാൽ ഈ റൂൾ കൊണ്ടുവന്നതോ 1994 സ്പാ ഗ്രാൻഡ് പ്രിയിൽ മൈക്കൽ ഷൂമാക്കറിനെ വിജയിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ഈ പ്ലാങ്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽസും കെവ്ലാറൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിനുശേഷം ചെയ്തുകൊണ്ടിരുന്നത്. കെവ്ലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ റബ്ബറിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ആകെ മാറ്റി ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സിന്തറ്റിക് റബ്ബറിനെയാണ് കെവ്ലാർ എന്ന് പറയുക. പക്ഷേ ഈ മെറ്റൽസും കെവ്ലാറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫോർമുല 1 കാർ വീണ്ടും താഴെ തട്ടിയിട്ട് ഇതിൻ്റെ പൊടികളൊക്കെ ട്രാക്കിൽ കിടക്കും. അപ്പോൾ അതിനുശേഷം പോകുന്ന ഫോർമുല 1 കാറുകൾ പഞ്ചറാകാൻ തുടങ്ങിയപ്പോൾ FIA ഈ നിയമത്തിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. 2015 ഈ പ്ലാങ്ക് മൗണ്ട് ചെയ്യുന്ന മൗണ്ടുകളൊക്കെ ടൈറ്റേനിയം കൊണ്ടാണെന്ന് FIA മാൻഡേറ്റ് ചെയ്തു. ഇത് മുമ്പുണ്ടായിരുന്ന മെറ്റീരിയലിനേക്കാളും കൂടുതൽ ലൈറ്റ് ആയിരുന്നതുകൊണ്ടും സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടും വെഹിക്കിളിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും പറ്റി. മാത്രമല്ല, ടൈറ്റേനിയം നിലത്ത് വരയുമ്പോൾ കൂടുതൽ ബ്രൈറ്റർ ആയിട്ടുള്ള സ്പാർക്ക് ഉണ്ടാകാനും തുടങ്ങി. അതിൽ റേസൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര അട്രാക്റ്റീവാണ് കാണാൻ. ടീമിനും എൻജിനീയേഴ്സിനും ഒക്കെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും വെഹിക്കിളിൻ്റെ ഡൗൺഫോൾസിൻ്റെ ഒരു റഫ് കണക്ക് കിട്ടാനും വേണ്ടിയിട്ടൊക്കെ ഇപ്പോഴും ഈ സ്പാർക്ക് ഇവർ അനലൈസ് ചെയ്യാറുണ്ട്. പക്ഷേ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശനസുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്പാർക്ക് ഇപ്പോഴും FIA നിലനിർത്തുന്നത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൽഗോരിതത്തിന് കൂടുതൽ ഹെൽപ്ഫുൾ ആകും. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു ദിവസം കാണാം.